പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ മനുഷ്യാവകാശം അതുപോലെ വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന നിയമങ്ങളുടെ ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ഒന്ന്, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച് കോടതി നടപടികളിൽ കക്ഷി ചേരുക. 2, ജയിലുകൾ, സംരക്ഷണാലയങ്ങൾ എന്നിവിടങ്ങളിലെ അന്തോവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. 3, മനുഷ്യാവകാശ ദംശനങ്ങൾ, അതിക്രമങ്ങൾ മുതലായവ സംബന്ധിച്ച നിരീക്ഷണങ്ങൾ നടത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. 4, കോടതികളിലെ കേസുകളിൽ വിധി പറയുക. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാ? ഓപ്ഷൻ ഡി അല്ലേ. കോടതി കേസുകളിൽ വിധി പറയുക എന്നുള്ളത് എന്തല്ല, മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? 1, ദേശീയ പട്ടികജാതി കമ്മീഷൻ. 2, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ. 3, ദേശീയ വിവരാവകാശ കമ്മീഷൻ. 4, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാന്ന് കണ്ടെത്തും. ആരാ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ സി ആണ്. അതായത് ഏതാ? ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ളത്. അപ്പം മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ഏതൊക്കെ? പട്ടികജാതി വർഗ കമ്മീഷനും അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ, പിന്നെ അതുപോലെ ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർമാൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായ മലയാളി ആരാണ്? ആരായിരുന്നു? സിറിയക് ജോസഫ് കേട്ടോ. സിറിയക് ജോസഫ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർമാനായ മലയാളിയാണ്. ആര്? സിറിയക് ജോസഫ്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? തിരുവനന്തപുരം അല്ലേ. ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ്. 5, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് കേട്ടോ. ജസ്റ്റിസ് MM പരീത് പിള്ള. 6ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? എന്താ? മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയോ ആണെന്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഓപ്ഷൻ എ 3. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റ് ആണ്. ഓപ്ഷൻ ബി പ്രസിഡൻ്റ് ആണ്. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഓപ്ഷൻ സി ഗവർണറാണ്. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അവരെ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ മാത്രമാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാ? അരുൺകുമാർ മിശ്ര അല്ലെ, അരുൺകുമാർ മിശ്രയാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാ? മലയാളി കൂടിയായിട്ടുള്ള KG ബാലകൃഷ്ണനാണ്. ഓപ്ഷൻ ബി, KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തിയാണ് ആര്? KG ബാലകൃഷ്ണൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? വെങ്കിട ചെല്ലയ്യാണ് കേട്ടോ. വെങ്കിട ചെല്ലയ്യ. ഓപ്ഷൻ എ വെങ്കിട ചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാനാണ് ആര്? വെങ്കിട ചെല്ലയ്യ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ മലയാളി ആരാ? നമ്മൾ പറഞ്ഞു KG ബാലകൃഷ്ണൻ അല്ലേ, KG ബാലകൃഷ്ണൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് ആരായിരുന്നു? വെങ്കിട ചെല്ലയാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആരാ? രംഗനാഥ് മിശ്ര അല്ലെ, രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ആര്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാരാണ്? ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്തല്ല? കമ്മിറ്റിയിൽ അംഗമല്ല. അപ്പോൾ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ആരൊക്കെ? പ്രധാനമന്ത്രി, അതുപോലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ സ്പീക്കർ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ യോഗ്യത എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ യോഗ്യത എന്താണ്? എന്തായിരുന്നു? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നുള്ളതാണ് കേട്ടോ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നുള്ളതാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത. ഇനി അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും പുറത്താക്കുന്നത് ആരാണ് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും പുറത്താക്കുന്നത് ആരാണ്? ആരാ? രാഷ്ട്രപതി തന്നെയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ഡി, രാഷ്ട്രപതി. അങ്ങനെയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അങ്ങനെയാണെങ്കിൽ നിയമിക്കുന്നത് ആരാണ്? ആരാ? നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്ന അവസ്ഥ വന്നാൽ നീക്കം ചെയ്യുന്നത് അത് രാഷ്ട്രപതിയാണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5+1 അല്ലേ, 5+1 ആണ്. അപ്പം 6 എന്നുള്ളതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6ആണ്. ചെയർമാനെ കൂടാതെ ചോദിച്ചാൽ അത് 5ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനവ് അധികാർ ഭവൻ അല്ലേ, മാനവ് അധികാർ ഭവൻ. ഓപ്ഷൻ സി, മാനവ് അധികാർ ഭവൻ. ഇനി ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയത് എന്നാണ്? നിയമം പാസാക്കിയ ഡേറ്റ് എന്നായിരുന്നു? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്നത് കേട്ടോ. 1998 സെപ്റ്റംബർ 28 1998 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്നത്. ഇനി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നതാണ് ഇത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1993
ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-നാണ് ഇത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതാണ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി. ഇനി വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതി ഏതാണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ സുപ്രീം കോടതിക്കും ഹൈക്കോടതികളുമാണ് കേട്ടോ. സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ സി തിരുവനന്തപുരം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഏതായിരുന്നു? 1997-ലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതാരാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതാരാ? ഗവർണറാണ് കേട്ടോ. ഗവർണറാണ്. ഓപ്ഷൻ ബി ഗവർണറാണ് ഇത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത്. ഇനി കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറാണ് ആര്? പാലാട്ട് മോഹൻദാസ്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാ? അതും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. ഓപ്ഷൻ എ ഗവർണർ തന്നെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതായിരുന്നു? 2005 ഡിസംബർ 19 ആണ് കേട്ടോ. 2005 ഡിസംബർ 19-നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതാരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ അത് പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ എ പ്രസിഡന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇനി വിവരാവകാശ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാണ്? വിവരാവകാശ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാ? 2019 ആണ് കേട്ടോ. 2019-ലാണ് വിവരാവകാശ ഭേദഗതി നിയമം പാസ്സാകുന്നത്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഓപ്ഷൻ ബി പ്രസിഡന്റിനാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? അതും രാഷ്ട്രപതി തന്നെയാണ്. അപ്പോൾ നിയമിക്കുന്നതും അതുപോലെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും നീക്കം ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? കേന്ദ്രത്തിലാണെങ്കിൽ അത് രാഷ്ട്രപതി തന്നെയാണ്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ ദീപക് സന്ധു ആണ് കേട്ടോ. ദീപക് സന്ധു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള.
ഇനി ഇന്ത്യയുടെ പുതിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ പുതിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആരാ? ഹീരാലാൽ സമരി അല്ലെ, ഹീരാലാൽ സമരിയ. ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയാണ് ഇത് ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആരാ? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ, ഉപരാഷ്ട്രപതി. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽപ്പെട്ടവരാണ് ആരൊക്കെ? ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും, അതുപോലെ ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും, ലോക്സഭ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 11 അംഗങ്ങളാണ് കേട്ടോ. പരമാവധി 11 അംഗങ്ങൾ വരെ എന്താകാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളാകാം. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുമ്പത്തെ ആസ്ഥാനം ഏതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുമ്പത്തെ ആസ്ഥാനം ഏതാണ്? ഏതായിരുന്നു? ഓഗസ്റ്റ് ക്രാന്തി ഭവൻ കേട്ടോ, ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആസ്ഥാനമാണ് ഇത്, ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഇതാ CIC ഭവനാണ് കേട്ടോ, CIC ഭവൻ. നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവനും മുൻപ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് ക്രാന്തി ഭവനുമാണ്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ആർക്കാണ്? താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ആർക്കാണ്? ഒന്ന് പട്ടികജാതിക്കാരുണ്ട്, പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, ഓപ്ഷൻ സി പട്ടികവർഗ്ഗക്കാർ, ഓപ്ഷൻ ഡി ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ. ഇതിൽ ആർക്കാണ് വിവരാവകാശ നിയമം വഴി വിവരം ലഭിക്കുന്ന സമയത്ത് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ആർക്കാണ്? ആർക്കായിരുന്നു? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് കേട്ടോ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്. 46ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ്? വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന ആക്ട് ഏതായിരുന്നു? ഏതാ? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് കേട്ടോ, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇനി വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതാണ്? വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായിട്ടുള്ള സംഘടന ഏതാണ്? ഏതാ? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് കേട്ടോ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇനി മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? അരുണ റോയ് ആണ് കേട്ടോ, അരുണ റോയ്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ് കേട്ടോ, 10 രൂപ. ഓപ്ഷൻ എ 10 രൂപ. ഇനി ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരം നൽകിയിരിക്കണം? ഒരാൾ ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ എത്ര സമയത്തിനുള്ളിലാണ് വിവരം നൽകേണ്ടത്? 48 മണിക്കൂറിനുള്ളിലാണ് കേട്ടോ, 48 മണിക്കൂറിനുള്ളിൽ. ഇനി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്? 30 ദിവസമാണ് കേട്ടോ, 30 ദിവസം. ജീവനും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിലും. നോർമലി ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണെന്ന് ചോദിച്ചാൽ അത് 30 ദിവസത്തിനുള്ളിലാണ്. ഇനി കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഇത് അരുണാചൽ പ്രദേശാണ് കേട്ടോ, അരുണാചൽ പ്രദേശ്. ഇനി ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്?
ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് കേട്ടോ, ഉത്തർപ്രദേശ്. ഇനി ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പരമാവധി പിഴ എത്രയാണ്? ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പരമാവധി പിഴ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 25,000 രൂപയാണ് കേട്ടോ, 25,000 രൂപ. ഇനി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് എത്രയാണ്? പരമാവധി പിഴ നമ്മൾ പറഞ്ഞു 25,000 രൂപയാണ്. ഇനി വിവരം നൽകുന്നതിൽ വീഴ്ച വരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? ഒരു ദിവസത്തേക്ക് 250 രൂപ എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്ക് 250 രൂപ എന്നുള്ളതാണ്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ആർക്കാ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കേട്ടോ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഇനി വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാ? 2005 ജൂൺ 15 കേട്ടോ. 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2005 ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കിയതിനു ശേഷം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? തമിഴ്നാട് അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു 1997 അവിടെ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? തമിഴ്നാടാണ്. ഇനി ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് സ്വീഡനാണ് കേട്ടോ, സ്വീഡൻ.